ഹായ് നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാടൻ രീതിയിൽ ഒരു മാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അധികം പുളിപ്പൊന്നും ഇല്ലാത്ത മാങ്ങയാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കുറച്ചുകൂടെ നാൾ ലാസ്റ്റ് ചെയ്യുന്നതിന് നല്ലെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ വെളിച്ചെണ്ണയാണ് പക്ഷേ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് പിന്നെ കടുകിട്ട് കുറച്ച് കറിവേപ്പിലയും നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉലുവാപ്പൊടിയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വഴറ്റി കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. മാങ്ങയിൽ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. ഇത് അധികം പുളിപ്പില്ലാത്ത മാങ്ങയാണ്, അതുകൊണ്ട് തന്നെ അച്ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് ഒന്ന് ചെറിയ ബ്രൗൺ കളറാകുമ്പം നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇത് ഇപ്പോഴേ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂണോളം പഞ്ചസാര അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പുളിപ്പില്ലാത്ത മാങ്ങയാണെങ്കിലും ഒരു പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ വിനാഗിരിയുടെയും മാങ്ങയുടെ എല്ലാം കൂടെ പുളിപ്പ് എല്ലാം കൂടെ ചേർന്ന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പഞ്ചസാരയും കൂടെ ഇട്ട് ഒന്നൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മുളക് പൊടിയുടെ ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു 2.5 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്നതോടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൽ ചെറിയ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷമാണ്, അതിന് ശേഷം പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതുകൊണ്ട് നമ്മളൊന്ന് മാറ്റിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കിണ്ടി കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് വിനാഗിരി ഒഴിക്കാം. ഇത് ഫ്ലെയിമിൽ ഓഫാക്കിയിട്ടാണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു അരക്കപ്പോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചെറിയ തീയിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലോണം തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഈ രീതിയിൽ ഒന്ന് മാങ്ങ അച്ചാർ ഇട്ട് നോക്കൂ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മാങ്ങ അച്ചാർ ഇടുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള മാങ്ങ അച്ചാറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.